ഹലോ. ആ ഇത് ചാനലല്ലേ? മൂവി. മൂവികളുടെ അതെ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണേ. ആ സാർ ഒന്നും വിചാരിക്കരുതേ. ആ ഇപ്പൊ നമ്മുടെ രേണുസുധിനെ ഇന്റർവ്യൂ ചെയ്തത് നിങ്ങളായിരുന്നോ? നമ്മുടെ ചാനലിൽ വന്നത്. അതെ. പിന്നെ അത് നിങ്ങള് അങ്ങോട്ട് പോയിട്ട് ഇന്റർവ്യൂ ചെയ്തതാണോ? അത് ഇത് ഞാൻ ഒന്നും വിചാരിക്കില്ല കേട്ടോ സാറേ. അങ്ങനെ എന്തിനാണ് ആ കൊച്ചിനെ വീണ്ടും അതിലേക്ക് വലിച്ചിടുന്നത് ആവശ്യമില്ലാതെ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ചിട്ട് മാറുകയല്ലേ ചെയ്യണ്ടേ? ഇല്ല, അവർക്ക് ചികിത്സക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ പോയത്. അല്ല സാർ, അത് മോശമല്ലേ? പാവമല്ലേ? നമുക്കും വീട്ടിൽ അല്ല, പിള്ളേരൊക്കെ അവർക്ക് ഇല്ലേ? പൈസ നമ്മൾ കൊടുത്ത്. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രേണുസുധിയുടെ ഒരു ഇന്റർവ്യൂ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് അപ്പൊ ഈ ചാനലിലേക്ക് ഒരു പെൺകുട്ടി വിളിച്ച് ചോദിക്കുന്ന ഒരു ഓഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കേട്ടത്. ആ ഒരു ഓഡിയോയിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ആ ഒരു കുട്ടീനെ, നിങ്ങൾ രേണുസുധിയെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്തോളൂ, പക്ഷെ എന്തിനാണ് ആ ഒരു കിച്ചുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് തന്നെയാണ് പറഞ്ഞത്. അതായത് ഓൾറെഡി രേണു ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് പൈസയും കാര്യങ്ങളും ഒക്കെ വേണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് എന്നുള്ളൊരു കാര്യം സംസാരിച്ചു. അപ്പോ ഇന്നലെ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അറിയാം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് മനസ്സിലാവും അവിടെ വന്നിരിക്കുന്നത് മുഴുവനും കിച്ചുവിനെ കുറ്റം പറയാനാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത്തെ വീഡിയോ മുഴുവനും കിച്ചുവിനെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മളിപ്പോ ഇന്റർവ്യൂറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുത്തി കിച്ചുവിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കും അതുപോലെ തന്നെ ഇന്റർവ്യൂ കൊടുക്കുന്ന രേണുവിന് മനസ്സിലാവും കിച്ചുവിനെ കുറിച്ച് കുറച്ചങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാക്കും. ഇവരിരുന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു റീച്ച് ഉണ്ടാക്കുന്ന, രേണു പറയുന്നുണ്ട്, അതായത് കിച്ചു റീച്ച് കിട്ടുമെന്ന് ഓർത്തിട്ടാണ് അമ്മേനെ കുറ്റം പറയുന്നത്. ഇപ്പൊ ആരാണ് ഇവിടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഇന്നലെ അവർ തമ്മിൽ കൊടുത്തൊരു കാര്യം എന്താണ്, കുറെ നാളുകൾക്ക് മുമ്പ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം, അന്നൊന്നും കൊടുക്കണ്ടായിരുന്നു, അത് ഇപ്പൊ വന്നിരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നു. ഇനി ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഇറങ്ങിയതിന് ശേഷം ഈ ചാനലിനെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആങ്കർ കൊടുത്ത ഒരു എക്സ്പ്ലനേഷൻ സംഭവമുണ്ട്, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാൻ കഴിയും. ചാനൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ കുറേ നാളുകളായിട്ട് രേണുസുധിയുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. ആ ഒരു സമയത്ത് അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ആദ്യം ഒന്നും ഓക്കെ അല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ കൺവിൻസ് ചെയ്തിട്ടാണ്, ഏകദേശം ഒരു 1 മന്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. അങ്ങനെയാണ് അവർ ആ ഇൻ്റർവ്യൂവിന് തയ്യാറാകുന്നതും നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. അത് ഒരു ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ്, നമ്മൾ അത്രയും കൺവിൻസ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. ഇതൊരു പെയ്ഡ് ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. നമ്മൾ അവർക്ക് എന്താ പറയുക, അവർ ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഞാൻ എടുത്തു പറയുന്നു, ഇത് പെയ്ഡ് ഇൻ്റർവ്യൂ ആണ്. മാത്രമല്ല, ഇപ്പോൾ രേണുസുധിക്കെതിരെ പ്രചരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എനിക്ക് തോന്നുന്നു അവർക്കെതിരെയുള്ള ഇത്രയും ഹേറ്റേഴ്സാണ് ഇത് ഇത്രയും വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാവും അതിനകത്ത് എന്താണ് ആ ഒരു കണ്ടന്റ് പറയുന്നത് എന്നുള്ളത്. ഇതിനു മുമ്പ് കിച്ചുവിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ, അവർ ആ ഒരു സമയത്ത് പറഞ്ഞത് അവരുടെ ഇമോഷനാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, രേണുസുധിക്ക് അവർക്ക് എന്താണ് ഇത്ര ഹേറ്റേഴ്സിന് കാരണം എന്നുള്ളത്. എനിക്ക് സംസാരിച്ചപ്പോൾ പേഴ്സണലി മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ, അവരുടെ ടോണാണ് പെട്ടെന്ന് ആളുകൾക്ക് പെട്ടെന്ന് പിടിക്കാതെ വന്നതെന്ന് തോന്നുന്നു. അവർ പറഞ്ഞൊരു കാര്യം, കിച്ചു അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കിച്ചുവിനെ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയതല്ലേ എന്നുള്ളൊരു ടോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവരുടെ ഈ ടോൺ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. പിന്നെ ക്യാൻസർ വന്നിരിക്കുന്നൊരു സ്ത്രീയാണ്, അവരത്രയും സഫർ ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോഴേക്കും അത്രയും ഒരു ബുദ്ധിമുട്ട് അവരുടെ അടുത്ത് തോന്നും. കാരണം അവരത്രയും സഫർ ചെയ്യുകയാണ്, ഒറ്റയ്ക്കാണ് സഫർ ചെയ്യുന്നത്, വേറെ വരുമാന മാർഗങ്ങളില്ല.
അപ്പം നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ അവർക്കൊരു സഹായവും കൂടിയാകും. പ്ലസ് അവർക്ക് ഒരു എന്താ പറയുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. പിന്നെ ഈ ഒരു വോയിസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 50-ലേറെ സ്റ്റാഫുകളുള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറേ നമ്പർ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതാണ് സത്യം എന്ന് കരുതി കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ നല്ല രീതിയിലുള്ള ഒരു മെഴുകലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ അവരുടെ ചാനലിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു വോയിസ് വെളിയിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വോയിസ് വെളിയിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി ഇത് കേൾക്കുന്ന ആൾക്കാരെ ആരാണെങ്കിലും റിയാക്ട് ചെയ്യും. ഇപ്പൊ ഈ കുറെ ആൾക്കാരുണ്ട്, കുറെ കാര്യങ്ങൾ അങ്ങ് പബ്ലിക്കിലേക്ക് ചെയ്തു വെക്കും. എന്നിട്ട് ഫൈനലി വന്നിട്ട് പറയും ഈ റിയാക്ഷൻ ചാനലുകാരുണ്ട്, അവരാണ് ഇത് ഇങ്ങനെ ആക്കിയത്. ഇപ്പൊ നമ്മുടെ ബിഷപ്പിന്റെ ആണെങ്കിലും രേണുവിന്റെ ആണെങ്കിലും ഒക്കെ കാര്യങ്ങൾ അറിയാം. ബിഷപ്പ് ആണെങ്കിലും പറയും എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നമില്ല, ഈ റിയാക്ഷൻ ചാനലുകാരാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. രേണു ആണെങ്കിലും പറയും എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നമില്ല, റിയാക്ഷൻ ചാനലുകാരാണ്. നിങ്ങളൊക്കെ കാണിക്കുന്ന പ്രവൃത്തികളും അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുന്നതും അല്ലെ പബ്ലിക്കിൽ വന്ന് ചെയ്യുന്നതും, നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ അത് പബ്ലിക്കിലേക്കാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം വേണം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ മനുഷ്യരെന്ന് വിളിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ റിയാക്ഷൻ ചാനലുകാരുടെ കയ്യിലല്ല പ്രശ്നം, അതായത് നിങ്ങളുടെ വായിന്ന് വരുന്നതിൽ ഒരു പ്രശ്നമില്ല, റിയാക്ട് ചെയ്യുന്നവന്മാരുടെ കയ്യിലാണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഇവരിവിടെ സംസാരിക്കുന്നത്. ആദ്യം നിങ്ങളെ പോയിട്ട് നിങ്ങളുടെ അവിടെയുള്ള സ്റ്റാഫുകളെയൊക്കെ എന്താ പറയുക എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾ വിളിക്കുമ്പം എന്തൊക്കെ ഡീറ്റെയിൽസ് വെളിവിടണം, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ നടക്കുന്നത്, അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രൈവറ്റ് ആയിട്ട് വെക്കാനായിട്ട് നിങ്ങളുടെ സ്റ്റാഫിനെ ഇതാക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമ്പോഴത്തേനും ഉടനെ ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് എന്തായാലും എടുത്തിട്ട് റിയാക്ട് തന്നെ ചെയ്യും. സോ ഫൈനലി ഇത് റിയാക്ഷൻ ചാനലിന്റെ തലയിലേക്ക് വെക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് അവിടെ പറഞ്ഞ ആ ഒരു പുള്ളി പറഞ്ഞത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കത് കേൾക്കും. ആ ഒരു ഇന്റർവ്യൂ ഉടനീളം കാണുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്നുള്ളത്. ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എങ്ങനെ ചവിട്ടി താഴ്ത്താം അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാം. ഈ രണ്ടാമത്തെ ഇന്റർവ്യൂ വന്നപ്പോൾ കംപ്ലീറ്റ്ലി കിച്ചുവിന്റെ കാര്യം ഇങ്ങനെ എടുത്തിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. കിച്ചുവിനെ കാണാത്തതിൽ വിഷമമുണ്ടോ, കിച്ചു വരാത്തതിൽ വിഷമമുണ്ടോ, കിച്ചു ബിഗ് ബോസിൽ പോകാൻ. അല്ലെങ്കിൽ എനിക്ക് എന്താണെന്നറിയാവോ, രേണു ഇങ്ങനെ കുറെ കിച്ചുവിന്റെ കാര്യം പറയുമ്പോഴത്തേന് ചിലപ്പോൾ മേ ബി ബിഗ് ബോസിൽ പോകാനായിരിക്കും. എനിക്കൊരു അയൽക്കൂട്ട സംസാരം, അല്ലെങ്കിൽ ഇപ്പം അയലത്തെ ഒരു പെണ്ണിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ രണ്ടുപേര് കുറ്റം പറയുന്നത് പോലെ കിച്ചുവിനെ അവിടെ ഇരുന്ന് രണ്ടുപേര് ഇന്റർവ്യൂ എന്ന് പറയുന്ന പേരിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കുറ്റം പറയുന്ന പോലെ, അതുപോലെ തന്നെ അവൻ ബിഗ് ബോസിൽ പോയാലോ എന്നുള്ളൊരു വിഷമം വരെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. ഇനി ഈ ചാനലിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ്. അവർക്കറിയാം ഇപ്പൊ രേണു സുധി കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ റീച്ച് ഉണ്ടാവത്തുള്ളൂ. ഇവിടെ ഈ ചാനലിലെ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, അതായത് അവർക്കൊരു സഹായമായിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് പൈസ കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ അവരെ ഇപ്പൊ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളത്. ഈ രേണുവിന് അറ്റ്ലീസ്റ്റ് അവരുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോലും ഇൻകം കിട്ടും. അപ്പൊ അത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, വലിയ കണ്ടന്റുകൾ പോലും ഇല്ലാതെ അവർക്ക് ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ബാധിച്ചപ്പോൾ ഒരു കണ്ടന്റും ഇല്ലാതെ അവർ വീഡിയോ ഇട്ടപ്പോൾ തന്നെ 10-20 ലക്ഷം ആൾക്കാരെ കണ്ടോണ്ടിരുന്നത്. അതിൽ നിന്ന് എന്തായാലും നല്ല രീതിയിലുള്ള, ഇപ്പൊ ഞാൻ പറയാം, ഒരു ലക്ഷം വ്യൂസിന് നമുക്കൊരു മിനിമം ആണ് ഞാൻ പറയുന്നത്. മിനിമം നമുക്കൊരു 30 അല്ലെങ്കിൽ 20 ഒക്കെ ഡോളർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു 10 ലക്ഷം വ്യൂ ആയി കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു മാസം അത്രയും വീഡിയോസ് ഇടുമ്പോൾ അവർക്ക് പറ്റുമ്പോഴൊക്കെ അവർ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു അത്രയധികം. അതുപോലെ തന്നെ സായിനെ പോലെയുള്ള ആൾക്കാര്, അല്ലെങ്കിൽ എത്ര ആൾക്കാര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലും ഇല്ലാത്ത എത്രയധികം ആൾക്കാരുണ്ട്. ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പോലും വഴിയില്ലാത്ത എത്രയധികം ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെയാണോ? സ്വന്തം മക്കളെ വന്നിരുന്ന് കുറ്റം പറഞ്ഞിട്ടാണോ പൈസ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ആരെങ്കിലും കുറ്റം പറഞ്ഞോ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടൊന്നും അല്ല അവർ പൈസ ഉണ്ടാക്കുന്നത്. സോ ഇതല്ല, കിച്ചുവിനെ കുറ്റം പറയുന്നതല്ല പൈസ ഉണ്ടാക്കാനുള്ള മാർഗമെന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്കൊന്നും ഞാൻ വെച്ച് തരാം ഗൈസ്. കൊണ്ട് വഴിതെറ്റിപ്പോയി. എന്റെ അല്ല അച്ഛമ്മ വളർത്തിയതാ. മോനെ ആരാ വളർത്തിയത്? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അമ്മയെക്കാളും വളരെ ഇതോടെ വളർത്തുന്നതാണ് അച്ഛമ്മ ഫിറോസിക്ക. അത്രയും നാളും നമ്മളെ നെഗറ്റീവ് പറഞ്ഞിട്ട് വയ്യാതപ്പോൾ ഒരാൾ വിളിച്ച് തിരക്കാന്ന് പറഞ്ഞാൽ അതിപ്പരം നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളടാ. എല്ലാം നമുക്ക് അസുഖം വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയതുകൊണ്ട്, അദ്ദേഹം ഒരു ദൈവപുരുഷനായതുകൊണ്ട്, അദ്ദേഹം വലിയൊരു മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് അനുകൂലമായിട്ടൊന്ന് സംസാരിച്ചത്, അല്ലേ?
അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം അപമാനിച്ചപ്പോഴാണ് അദ്ദേഹമാണ് കേസ് കൊടുത്തതും കാര്യങ്ങളുമായിട്ടും. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചേച്ചിക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയോ? ICU കയറി. അതൊരു AI ആയിരുന്നു ഫോട്ടോ. ICUല്, മെഡിക്കൽ കോളേജിന്റെ ICUലൊന്നും ഒരു മനുഷ്യനെയും കയറ്റത്തില്ല. എൻ്റെ ചേച്ചി ആകെ വരുന്നത് എന്നെ കാണാനും അല്ലാതെ എന്തെങ്കിലും ഫുഡ് തരാനും ബാത്റൂമിൽ പിടിച്ചുകൊണ്ട് പോകാനും വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് പോകാനുമാണ് വരുന്നത്. അവർ ആശുപത്രി വന്നെന്നുള്ള എന്നെ കണ്ടിട്ടില്ല, ICU വന്ന് കണ്ടിട്ടില്ല, എന്നെ കാണാൻ പറ്റില്ല. പക്ഷെ അവർ വന്നു, ചേച്ചി ഞാൻ എനിക്ക് വേണ്ട സഹായം ചെയ്തു. ഇപ്പം ചേച്ചി ആ ഒരു സമയത്ത് കിച്ചുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഞാൻ എന്തുമാത്രം സ്നേഹിച്ച കുട്ടിയായിരുന്നു അറിയോ. കാരണം നമുക്ക് ആദ്യമായിട്ട് നമ്മളെ അമ്മയെന്ന് വിളിച്ചൊരു കുട്ടിയായിരുന്നു അവൻ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു, 2016 ലാസ്റ്റാണ് സൂചേട്ടൻ എനിക്ക്, ഞാൻ അന്നൊക്കെ പാടുമായിരുന്നു. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ, എനിക്കിങ്ങനെ തോന്നുന്നു. ആ കൊച്ചാണിപ്പം വലുതായി കഴിഞ്ഞപ്പം, ക്യാൻസർ ആയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, എന്നെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്മേ, അല്ലെങ്കിൽ സ്നേഹത്തോടെ അവനൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഇത് പറയത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അവനെ പറ്റി. ഞാനല്ലേ പറയത്തില്ലായിരുന്നു, ഒന്നും പറയത്തില്ലായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലൊതുക്കി. ഇപ്പോൾ ചിത്ര പറഞ്ഞു എന്നെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞാൻ ജീവിച്ചിരുന്നു. പക്ഷെ മാക്സിമം നമ്മൾ മനുഷ്യരാണ്, നെല്ലിപ്പലക കണ്ടെന്ന് പറയത്തില്ല, മാക്സിമം ഞാൻ അത്ര സ്നേഹിച്ചൊരു എൻ്റെ ഋതപ്പനെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. അത് സുധിച്ചേട്ടനറിയാം, എപ്പോഴും പറയാനും സൂചേട്ടൻ. അതിന് ഉദാഹരണം ആരും പറയണ്ട. സ്റ്റാർ മാജിക്കിൽ ആദ്യമായിട്ട് ഫാമിലിയെ കാണിച്ചു, ഞങ്ങളെ കാണിച്ചു. ഇദ്ദേഹം എന്താ പറഞ്ഞെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. രണ്ടാനമ്മയെന്ന് പറയുന്നത് ഇവൾക്ക് ഇഷ്ടമല്ല, അവളുടെ സ്വന്തം മോനെ. അങ്ങനെ ആയിരുന്നു. ഇദ്ദേഹം പറഞ്ഞ വാക്കാണ്, ആരും AI വെച്ച് പറഞ്ഞൊന്നുമല്ല, ഇദ്ദേഹം പറഞ്ഞ വാക്കാണ്. അങ്ങനെയാണ് ഞാൻ കൊണ്ടു നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, അത് അവനും അറിയായിരുന്നു. എന്നിട്ടാണ് അവനിപ്പോൾ എല്ലാവരുമായിട്ട് ചേർന്ന് പൈസ അയക്കോ എന്തോ ആകട്ടെ, എന്തിനുമാണെന്നറിയത്തില്ല, എല്ലാവരും അമ്മേനെ നെഗറ്റീവ് പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന, റീച്ച് ഉണ്ടാക്കുന്ന, നമുക്കൊന്നും ചെയ്യാം എന്നായിരിക്കും ഓർത്തത്. ചിലപ്പോൾ ബിഗ് ബോസിൽ കയറാനായിട്ടുള്ള ഒരു പടിയായിട്ടായിരിക്കും. കേറട്ടെ, സന്തോഷം, കേറട്ടെ, കയറി വിന്നാകട്ടെ, സന്തോഷം. നമ്മളെന്തായാലും അതിനകത്തൊന്നും കാണാനും പോകുന്നില്ല. കാരണം എനിക്കിവിടെ വയ്യാതെ കിടക്കും, TV ഓണാക്കുന്നില്ല, നമ്മളവിടെ കിടപ്പായിരിക്കും. സന്തോഷമേ ഉള്ളൂ. കാണട്ടെ. ഞാൻ അതുപോലെ സ്നേഹിച്ച, അത് അവനറിയാം എങ്ങനെയാണ് ഞാൻ അവനെ കണ്ടെന്ന്. അത് എനിക്കും അവനും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കിച്ചുവിന്റെ യഥാർത്ഥ പ്രശ്നം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലോ? ഒരിക്കലുമല്ല. കാരണം കിച്ചു തന്നെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും ഞാൻ അവനെ അറിയിക്കാതെ ചെയ്തിട്ടില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷമാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായാലും ഒരു വിഷമം വന്നാലും, ഒരു നെഗറ്റീവ് ആരെങ്കിലും മെസ്സേജ് അയച്ചാലും, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കിച്ചുദേ ഇത് കണ്ടോ, അവനാണത് അവനാണ് അതിന് തിരിച്ചു പറയുന്നത്, എൻ്റെ അമ്മേനെ ഇനി വിളിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഞാൻ അവനോട് പറയായിരുന്നു, പങ്കുവെക്കുമായിരുന്നു ഞങ്ങൾ. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞ അന്ന് തന്നെ ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജ് അയച്ചു, വിളിച്ചിട്ട് കിട്ടത്തില്ല, ചില സമയം അവനെ എടുക്കത്തില്ല. ഞാൻ മെസ്സേജ് അയച്ചു, അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചായിരുന്നല്ലോ. മെസ്സേജ് അയച്ചു, കിച്ചു ഞാൻ ഗുഡ്, അല്ലെങ്കിൽ അവൻ അന്ന് അമ്മേ വേണ്ട, ഞാൻ ചെയ്യത്തില്ലായിരുന്നു. ഇവിടെ എന്താണ് ഗൈസ് ബിസിനസ് എന്ന് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോൾ നമ്മൾ പല പല ബിസിനസ്സുകളെ കുറിച്ച് നമുക്ക് അറിയാം, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓപ്പൺ അപ്പ് ആകാൻ ജൂഹി എന്ന് പറയുന്ന വ്യക്തി പറയുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും ഒരു സൈഡിൽ നിൽക്കട്ടെ, നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് അതിലേക്ക് ചകഞ്ഞ് വരാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പം ചോറ് തിന്നുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാവും, ഇത് കിച്ചുവിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കിച്ചുവിനെ രണ്ട് പറഞ്ഞ് അവന്റെ ബിഗ് ബോസ് പോക്കൊക്കെ ഒന്ന് തടഞ്ഞ്, അല്ലെങ്കിൽ അത് വെച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നാണ് ഈ മീഡിയക്കാരാണെങ്കിലും ഈ ഇന്റർവ്യൂ ചെയ്യുന്ന രേണു ആണെങ്കിലും, രേണു പറഞ്ഞിട്ട് തന്നെ ആവാം കിച്ചുവിനെ കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ ഇത്രയും എടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ കിച്ചു ആയിട്ട് അല്ലെങ്കിൽ കിച്ചുവിൻ്റെ അനിയനുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല, ഭയങ്കര വിഷമമാണ്. പണ്ട് സായി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനെ അറിയത്തില്ല, അവൻ ചിരിച്ച് കളിച്ച് ഇവിടെ സന്തോഷോടി കളിച്ച് നടക്കുന്നു എന്നുള്ളൊരു രീതിയിൽ പറയുന്നു. ഇന്നലത്തെ ഇന്റർവ്യൂ പാർട്ട് 1 പറയുന്നുണ്ടായിരുന്നു കിച്ചു ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇന്ന് പറയുന്നുണ്ടായിരുന്നു കിച്ചു ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ കിച്ചുവിനെ വെച്ചിട്ട് കുറച്ചങ്ങ് റീച്ച് ഉണ്ടാക്കാന്നാണ് ഇപ്പൊ പുള്ളിക്കാരി വിചാരിച്ചത്. പക്ഷെ നടക്കത്തില്ല.
ഇപ്പൊ കിച്ചു എന്ന് പറയുന്ന ഒരു ആളുടെ ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സമയം കിട്ടുവാണെങ്കിൽ അതൊന്ന് പോയി കാണുക ഗൈസ്. എന്ത് മാന്യമായിട്ട് വളരെ നല്ല രീതിയിൽ അവന്റെ അമ്മനെ കുറിച്ച് ചോദിക്കുമ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ഇല്ല ഞങ്ങൾ തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. ഇത് എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് കിട്ടാൻ വേണ്ടി ഇരിക്കുന്നു, അവിടെ ചിരിക്കുന്നു, അങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊരു ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും വളരെ മോശമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾക്കൊരു അസുഖം അല്ലെങ്കിൽ നമുക്ക് എന്തൊരു സംഭവം വരുമ്പോൾ നമ്മൾ ലൈഫിൽ തിരിഞ്ഞു നോക്കും. അങ്ങനെ പോലും നോക്കാത്തൊരു വ്യക്തിയാണ്. എന്ത് വന്നാലും ഒരു സ്വഭാവത്തിൽ നിന്നൊരു ഞൊടിയിട മാറത്തില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് പുള്ളിക്കാരി നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. സോ എന്തായാലും ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതൊരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.